ഹലോ കൂട്ടുകാരെ, 6 പോർട്ടലിൻ്റെ എനർജി അപ്ഡേറ്റ് ആണ്. അപ്പോൾ 6 പോർട്ടൽ ഓൾറെഡി 3 ജൂൺ തൊട്ട് പോർട്ടൽ ഓപ്പൺ ആയി കഴിഞ്ഞു. ഇത് അടുത്ത 14th ജൂൺ വരെ കാണും ഈ ഒരു പോർട്ടലിൻ്റെ എഫക്റ്റ്. ഓൾറെഡി 3 ജൂൺ തൊട്ട് എനർജീസ് ഹെവിയാണ്. അതിൻ്റെ കൂടെ തന്നെ 6th ന്യൂ മൂണുമുണ്ട്. ആൻഡ് 6 പോർട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഇയറിലെ വൺ ഓഫ് ദ പവർഫുൾ പോർട്ടൽസ് ആണ് 6 പോർട്ടൽ എന്ന് പറയുന്നത്. അതായത് ഹാർമണിയുടെ പോർട്ടലാണ്, ശരിക്കും ഒരു ന്യൂ ബിഗിനിങ്സിൻ്റെ പോർട്ടലാണ്, എൻഡിങ്സിൻ്റെ പോർട്ടലാണ്, അബണ്ടൻസിൻ്റെ പോർട്ടലാണ്. അതായത് അബണ്ടൻസിന് ഉള്ള ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ടാവുന്ന പോർട്ടലാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ജൂൺ തൊട്ട് ഓഗസ്റ്റ് വരെ കുറേ ന്യൂ ബിഗിനിങ്സ് അല്ലെങ്കിൽ ഓൾറെഡി അവേക്കനിങ്ങിലേക്ക് വന്ന ആൾക്കാർ, പുതിയതായിട്ട് കഴിഞ്ഞ ഒരു ജാനുവരി തൊട്ടിങ്ങോട്ടുള്ള അവേക്കനിങ്ങിലേക്ക് വന്ന കുറച്ച് സോൾസിൻ്റെ ഒരു സോൾ ഷോക്ക് സ്റ്റേജ് കഴിഞ്ഞിട്ട് അവർ ഈ ഒരു ജേർണീനെ ആക്സെപ്റ്റ് ചെയ്യുകയും അവിടുന്ന് സറണ്ടർ ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പോർട്ടലാണ്. ഇവർക്ക് 111 നമ്പർ കൂടുതലായിട്ട് കാണാം. അതായത് ന്യൂ ബിഗിനിങ്ങിനെ കാണിക്കുന്ന ഒരു നമ്പറാണ് 69 നമ്പർ. ഇതിൻ്റെ മീനിങ് ഇവർക്ക് അവരുടെ ഉള്ളിലെ ഫെമിനൈൻ എനർജീനെ ബാലൻസ് ചെയ്യുക എന്നുള്ള ഒരു ടാസ്ക്കാണ് കാണിച്ചു തരുന്നത്. ഇവർ കൂടുതലായിട്ടും ഇന്നർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം അവരുടെ കർമ്മയെ ക്ലിയർ ചെയ്യാനുള്ള മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ കർമ്മയെ ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇവരുടെ DMs അല്ലെങ്കിൽ ഇവരുടെ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് ഇവരും ഡിസ്ട്രോട്ടഡ് എനർജിയിൽ തന്നെ ആയിരിക്കും. കാരണം ഇവരുടെ ഒരു ഫെമിനൈൻ എനർജി ഇപ്പോൾ ഈ ഒരു ജേർണീനെ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ അവരുടെ കൗണ്ടർ പാർട്ട്സ് സ്റ്റിൽ ഒരു ഡിസ്ട്രോട്ടഡ് എനർജിയിൽ, ഒരു ഫ്രസ്ട്രേഷൻ്റെ എനർജിയിൽ, വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ട്രിഗേഴ്സും അത്രയധികം നമ്മൾക്ക് പെയിൻഫുള്ളുമായിരിക്കും. സോ കൂടുതലായിട്ട് ഇന്നർ വർക്കിൽ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഈ ജേർണിയിൽ കഴിഞ്ഞ വർഷം ജൂൺ തൊട്ട് വന്ന, അതായത് ഓൾമോസ്റ്റ് 1 വർഷമായവർ, നന്നായിട്ട് ഇന്നർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവർക്ക് കഴിഞ്ഞ ഏപ്രിൽ അല്ലെങ്കിൽ മെയ് പോർട്ടലിൽ നന്നായിട്ട് സോൾ ഷോക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഈ ഒരു സോൾസ്, ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർ, ഞാൻ ഈ ജേർണിയിൽ തന്നെയാണോ, ഇങ്ങനെയൊരു ജേർണി ഇല്ല, അല്ലെങ്കിൽ വളരെ ലോജിക്കലായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വരുന്നതാണ്. അതായത് കുറച്ചൊന്ന് 4Dയിലേക്കൊക്കെ ടാപ്പിംഗ് ചെയ്തിട്ട് പിന്നെയും 3Dയിലേക്ക്, കാരണം അത്രയും വലിയൊരു സോൾ ഷോക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം അവർക്ക് ഈ ഒരു ജേർണിയിൽ. സോ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഈ ജേർണിയെ സംശയിക്കുന്ന ഒരു സ്റ്റേജിലായിരിക്കും ഇവർ. തീർച്ചയായിട്ടും ഗ്രൗണ്ടിങ് കൂടുതലായിട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ ഇവർക്ക് കാണാൻ പറ്റുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 222, 2222, 169, 269 ഇതൊക്കെയുമായിരിക്കും. ഇതിൻ്റെയൊക്കെ മീനിങ് ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ റൈറ്റ് പാത്തിലേക്ക് വരൂ, അല്ലെങ്കിൽ നിങ്ങൾ തോട്ട് പാറ്റേൺ നെഗറ്റീവാണ് നിങ്ങളുടെ, അതൊരു പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരൂ, ട്രസ്റ്റ് ദ ജേർണി എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് തന്നിരിക്കുന്നത്. ഇവരുടെ കൗണ്ടർ പാർട്സ് DMs സ്റ്റിൽ ഇവർ 3Dയിലേക്ക് റൂൾ ഔട്ട് ചെയ്തത് കൊണ്ട് തന്നെ അവരും ആ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലായിരിക്കും. അവരുടെ ഒരു ലൈഫിലെ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആയിരിക്കില്ല. മേ ബി അവരുടെ ജോലി ആയിരിക്കാം, മേ ബി അവരുടെ ഫാമിലി ആയിരിക്കാം, സിറ്റുവേഷൻസ് ആയിരിക്കാം, എന്തെങ്കിലും അതിലേക്ക് പിന്നെയും സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് കാണാം. വളരെ കൺട്രോളിങ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ മേ ബി നമ്മൾക്ക് ചില കണക്ഷൻസിൽ ഫീൽ ആവാം. സോ ഇവിടെയും നമ്മൾ ഇന്നർ വർക്ക് കൂടുതലായിട്ട് ചെയ്യുക. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇന്നർ വർക്കിൻ്റെ കൂടെ ഗ്രൗണ്ടിങ് കൂടുതലായിട്ട് ചെയ്യുക. ആൻഡ് സ്വയം തങ്ങളുടെ ഫീലിങ്സിനെ വാലിഡേറ്റ് ചെയ്ത് ആ ഒരു വരുന്ന അപ്സെറ്റ്സിനെ നോട്ട് ഡൗൺ ചെയ്ത് ഹീൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അടുത്തതായിട്ട് 50% ആൻഡ് എബോ ഹീലായ ഫെമിനൈൻ എനർജീസ്, അവരുടെ കാര്യമാണ് പറയുന്നത്. ഇവർ അതായത് ഇവർക്ക് സോൾ പർപ്പസ് അറിയാം, ലൈഫ് പർപ്പസ് അറിയാം, എന്നാൽ ഇവരുടെ ചക്രാസ്
അലൈൻമെൻറ്റ് കഴിയുന്ന ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ കുണ്ടലിനി ശക്തിയുടെ അവേക്കനിങ്ങിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ക്ലെൻസിങ് നടക്കുന്ന ഒരു സമയമാണ്. ചക്രാസ് അലൈൻ ആവുന്ന സമയത്ത് ബാലൻസ് എന്തൊക്കെയാണ് നമ്മളിൽ നെഗറ്റിവിറ്റി ഉള്ളത് അതൊക്കെ യൂണിവേഴ്സായിട്ട് നമ്മളെ ക്ലെൻസ് ചെയ്യുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ വളരെ ഹെവി ആയിട്ടുള്ള ഒരു എനർജീസ് അനുഭവപ്പെടാം. ഹാർട്ട് ചക്രയിൽ ഭയങ്കരമായിട്ട് ഹെവിനെസ്, പെയിനൊക്കെയും നമുക്ക് അനുഭവപ്പെടാം. പലപ്പോഴും ഇവരുടെ കൗണ്ടർ പാർട്സിൻ്റെ എനർജി പിക്ക് ചെയ്ത് ഇവർക്കിത് അനുഭവപ്പെടാറുണ്ട്. ഇവർക്ക് കാണാൻ പറ്റുന്ന ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 369, 699, 1111, 1144, 4444, 444, 77, 777 ആൻഡ് 5555 അല്ലെങ്കിൽ 555. പെർട്ടിക്കുലർലി നിങ്ങളുടെ ഒരു ന്യൂ ബിഗിനിങ്ങിനെയാണ് ട്രസ്റ്റ് ദ ജേർണി. കാരണം നിങ്ങൾ അടുത്ത ഒരു അസെൻഷനിലേക്ക്, നിങ്ങളുടെ ജേർണിയിലെ അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. അതായത് നിങ്ങളുടെ ഒരു സോൾ പർപ്പസ് അല്ലെങ്കിൽ ലൈഫ് പർപ്പസിലേക്ക് ടാപ്പ് ഇൻ ചെയ്യാനുള്ള സമയമായി എന്നാണ്. അത് പ്രോബബ്ലി ഓഗസ്റ്റിൻ്റെ പോർട്ടൽ തൊട്ട് നിങ്ങൾക്ക് ആ ഒരു സോൾ പർപ്പസിലേക്കൊക്കെ കടന്ന് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇവരുടെ DMസും അവേക്കനിങ്ങിൻ്റെ ഇനിഷ്യൽ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ആ ഒരു DMസിൻ്റെ എനർജിയും പലപ്പോഴും ഇവർ പിക്ക് ചെയ്യാറുണ്ട്. അങ്ങനെയും ഹെവിനെസ് പലപ്പോഴും തോന്നാറുണ്ടായിരിക്കാം. അതിനെയൊക്കെയും ലെറ്റ് ഗോ ചെയ്യുക, ജേർണീനെ സറണ്ടർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അടുത്തതായിട്ട് 80% ആൻഡ് എബോവ് അല്ലെങ്കിൽ 75% ആൻഡ് എബോവ് ഹീലായ ഫെമിനൈൻ എനർജീസ്. ഇവർക്കൊരു ഗുഡ് ന്യൂസാണ് ശരിക്കും. അവരുടെ പെർമനൻറ്റ് 3D യൂണിയനിലേക്ക് ടാപ്പ് ഇൻ ചെയ്യാനുള്ള കോസ്മിക് എനർജീസിൻ്റെ ഓപ്പണിംഗ് ഓൾറെഡി സ്റ്റാർട്ടായി കഴിഞ്ഞ ആ ഒരു പ്രോസസ്സ്, അതായത് ഓഗസ്റ്റ് തൊട്ട് ഡിസംബർ വരെ നടക്കാൻ പോകുന്ന ഒരു പെർമനൻറ്റ് യൂണിയൻ, അത് ഒരു കളക്റ്റീവായിട്ടായിരിക്കും. കുറേ യൂണിയൻസ് നടക്കാൻ പോവുകയാണ് ഈ ഒരു ഇയർ. അതിൽ നന്നായിട്ട് വർക്ക് ചെയ്ത് നന്നായിട്ട് സ്റ്റേബിളായിട്ടിരിക്കുന്ന ഫെമിനൈൻ എനർജീസിന്, അതായത് അവർ സോൾ പർപ്പസിലായിരിക്കും, ലൈഫ് പർപ്പസിൽ ടോട്ടലി ഫോക്കസ്ഡ് ആയിരിക്കും, ഹൈ എനർജിയിലായിരിക്കും എല്ലായ്പ്പോഴും. ഇവർക്ക് കാണാൻ പറ്റുന്ന നമ്പേഴ്സ് 969, 696, 699, 369 ഒക്കെയാണ്. ഇതല്ലാതെ 1717, 1818, 1414 ഈ ഏഞ്ചൽ നമ്പേഴ്സ് ആയിരിക്കും കൂടുതലും ഇവർ കാണുക. ഇവരുടെ മസ്കുലൈൻ എനർജീസ് കൗണ്ടർ പാർട്സ് ഓൾറെഡി അവേക്കനിങ്ങിൻ്റെ പ്രോസസ്സിൽ, അതായത് ഇതുവരെയുള്ള ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് വിട്ടിട്ട് അവർ ഈ ജേർണീനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഒരു സറണ്ടർ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബോത്ത് ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജി ഒരു സറണ്ടർ സ്റ്റേജിലായതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സോൾ മെർജിങ് പ്രോസസ്സ് സ്റ്റാർട്ടായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഹെവിനെസ്, ഹാർട്ട് ചക്രയിൽ ഹെവിനെസ് ആൻഡ് ക്രൗൺ ചക്രയിൽ ട്വിങ്ക്ലിംഗ് ഒക്കെയും തോന്നാം. ആൻഡ് പലപ്പോഴും നമ്മളുടെ കൗണ്ടർ പാർട്ട്, അതായത് കൗണ്ടർ പാർട്ടിൻ്റെ ആ ഒരു ബോഡി നമ്മളിലേക്ക് മേർജ് ആയതുപോലെ ഡ്രീംസിൽ വരാം, അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ വരാം, അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഫീലിംഗ് പലപ്പോഴും പെട്ടെന്ന് തോന്നാം. സോ ഇവിടെയും ഇപ്പോൾ വരെ എങ്ങനെയാണോ ഹൈ വൈബ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്തത്, അങ്ങനെ എനർജി ഒന്നും എവിടെയും ലീക്ക് ചെയ്യാതെ ഹൈ വൈബ്രേഷണൽ എനർജി മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു എനർജി അപ്ഡേറ്റ് ആണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.